അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് വണ്ടിയുടെ പെർഫോമൻസ് ആണ്. ആ വണ്ടി സെയിം R15 ആണ്. എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു യമഹ എന്നറിയത്തില്ല. ഇപ്പം യമഹയുടെ എൻജിൻസിന് ഒരുപാട് പണി വരുന്നതായിട്ട് കണ്ടു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യമഹ ഉപയോഗിക്കുന്ന ഫൈനലി അങ്ങനെ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ RTXൻ്റെ വീഡിയോയിൽ ഒരുപാട് സപ്പോർട്ടാണ് കിട്ടിയത്. നെഗറ്റീവും വന്നു. നെഗറ്റീവ് നമ്മൾ എന്തായാലും മൈൻഡ് ചെയ്യത്തില്ല. അത് കഴിഞ്ഞൊരു 7 വർഷമായിട്ട് നമ്മുടെ ഒരു പോളിസി എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. മറുപടി എടുക്കും. പക്ഷേ നമ്മളങ്ങനെ അത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഞാൻ റിവ്യൂ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ ഉള്ള ഉള്ള ഒരു കാര്യമാണ് ഈ സീരീസിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് ഒരു വണ്ടി വാങ്ങാതിരിക്കാൻ മാത്രം കാരണങ്ങളല്ല ഈ വീഡിയോ സീരീസിൽ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കുറച്ച് കാര്യങ്ങൾ അത് മാത്രമാണ് നമ്മൾ ഈ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ RTX 300ൻ്റെ ഒരു 5 നെഗറ്റീവ് പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. ഒരു ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ XSR 155 ആണ് RTX കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി. അപ്പോൾ അത് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് പോരായ്മകൾ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇത് വലിയൊരു എന്തൂസിയാസ്റ്റിക് ടൈപ്പ് വീഡിയോ ഒന്നും തന്നെയല്ല. നമ്മൾ ആഴത്തിലിറങ്ങി മെക്കാനിക്കൽ സൈഡ് വണ്ടിയുടെ മൊത്തത്തിൽ ഓണർഷിപ്പ് ലെവലിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നുമല്ല. ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ കുറച്ച് പോയിൻറ്റ്സ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുള്ളാവും. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ ആ വണ്ടി വാങ്ങാം. ആ വണ്ടിയുടെ കുറവുകൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വണ്ടി വാങ്ങാതിരിക്കാൻ മാത്രമുള്ള കാരണങ്ങളൊന്നും തന്നെയല്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് XSR 155ൻ്റെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയുന്നത് വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. ഇത് 2026 2024 കൂടി ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും TFT ഡിസ്പ്ലേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നു. TFT ഡിസ്പ്ലേ അങ്ങനെ വലിയൊരു ഹൈപ്പിലൊന്നും അല്ല ഇപ്പം. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ആക്സസ് 125നും അതുപോലെ തന്നെ അതേ ഇപ്പം ഫസീനയിലൊക്കെ TFT ഡിസ്പ്ലേ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ XSR 155 ആ റൗണ്ട് നെഗറ്റീവ് LCD ടൈപ്പ് മീറ്റർ ഒരു പോരായ്മ തന്നെയാണ്. തീർച്ചയായിട്ടും പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യം ഉള്ളെങ്കിലും ഇപ്പോഴത്തെ വണ്ടികൾക്ക് അതിനേക്കാളും വില കുറച്ച് TFT ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. സോ അതൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. അപ്പാച്ചി 204 TFT ഡിസ്പ്ലേ ആണ്. കളർഫുള്ളായിട്ടുള്ള വലിയ ബിഗർ കളർ TFT ഡിസ്പ്ലേ ഉണ്ട്. സോ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് TFT ആഡ് ചെയ്യാം. വലിയ ഫീച്ചറൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന ആൾക്കാർക്കൊരു വാല്യൂം നോക്കുമ്പോൾ ഒരു സുഖവും കാണും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർ XR വാങ്ങാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണ്ടർ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കസ്റ്റമർ ബേസ് ആയിരിക്കും XSRലോട്ട് വരുന്നത്. അതിന് 2 പോരായ്മയുണ്ട്. ആദ്യത്തെ പോരായ്മ എന്ന് പറയുന്നത് വണ്ടിയുടെ റൈഡർ ട്രയാങ്കിളാണ്. അതായത് വണ്ടി ഭയങ്കര സ്പോർട്ടി എന്നുള്ളൊരു ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മളൊരു XSR ഒരു റെട്രോ ബൈക്ക് RX100ൻ്റെ പിന്മുറക്കാരൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് നമ്മൾ ആ വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പം കുറച്ച് സ്പോർട്ടിനെസ് ഫീൽ ചെയ്യും. ഈവൻ MT പോലെ പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. MT പിന്നെയും കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് തോന്നിപ്പോവും ആ വണ്ടിയിലോട്ട് ഇരിക്കുമ്പം. ഒരു വലിയ പോരായ്മ അല്ല ഞാൻ ഇപ്പോഴും പറയുന്നത്. ആ വണ്ടിയുടെ ലുക്കൊക്കെ കണ്ടിട്ട് കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ്ങിനാണ് ആ വണ്ടിയിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വണ്ടിയുടെ റൈഡിങ് സ്റ്റാൻസ് ഒരു പൊടിക്ക് അഗ്രസീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ലോങ് റൈഡിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ സിറ്റിയിലൊക്കെ കൊണ്ടുനടന്നാൽ ചിലപ്പോൾ ഒരു ഡിസ്കംഫർട്ട് ചിലപ്പം 100-ഒരു 10% മാത്രം തോന്നാൻ ചാൻസ് ഉണ്ട്. അത് ആ വണ്ടി അങ്ങനെ അല്ലായിരുന്നു വരേണ്ടത്. മേ ബി ഹാൻഡിൽ ബാർ റൈസറൊക്കെ വരാം ആഫ്റ്റർ മാർക്കറ്റായിട്ട്. ഒരുപാട് ഇറങ്ങാൻ പോകുന്ന വണ്ടിയല്ലേ. അപ്പം ബാൻഡിഡോസൊക്കെ അതിന് വേണ്ടി ഇറക്കും എന്ന് തോന്നുന്നു. അത് അപ്രൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ. പിന്നെ ആ വണ്ടി ഒരു റോഡ് സ്റ്റാർ ലെവലിൽ യമഹ കണക്കാക്കിയത് കൊണ്ട് വലിയ വിഷയമില്ല. പിന്നെ റൈഡിങ് കംഫർട്ടാണ്. ബാക്കിലത്തെ പില്ലിന് ഗ്രാബ് റെയിലോ പ്രത്യേകിച്ച് പിടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും തന്നെ ഇല്ല. അപ്പം പില്ലിൻ എന്ന് പറഞ്ഞ സംഭവം നോക്കുന്ന സമയത്ത് കംഫർട്ട് കുറച്ച് കുറവാകാൻ ചാൻസ് ഉണ്ട്. സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പിടിച്ചിരിക്കാൻ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഇനീഷ്യൽ ടോർക്ക് നമ്മൾ കൈ കൊടുക്കുന്ന സമയത്ത് ബാക്കിയിരിക്കുന്ന ആൾ റൈഡറിനെ പിടിച്ചില്ലെങ്കിൽ തെറിച്ച് തലയടിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. തലയടിച്ച് വീഴുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ബ്രേക്ക് ലൈറ്റും പൊട്ടും. കാര്യം ബ്രേക്ക് ലൈറ്റ് ഒരു ക്ലാമ്പ് ടൈപ്പിലാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴേ സീരിയസ് ആയിട്ട് എടുക്കല്ലേ. ഞാൻ നമ്മളൊരു കണ്ടൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. വണ്ടിയുടെ പോരായ്മകൾ എന്നുള്ളത് ഇമ്പ്രൂവ് ആക്കാമായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങൾ പറയുന്നതാണ്. ആ വണ്ടിയുടെ ലെവൽ അങ്ങനെയാണ്. സോ
ജസ്റ്റ് കണ്ടൻറ്റിന് മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒന്ന് വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ വണ്ടി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് വണ്ടിയുടെ പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും MT ദ മാസ്റ്റർ ഓഫ് ടോർക്ക് ആ ഒരു വണ്ടിയുടെ സ്പ്രോക്കറ്റിങ്ങിലും ഫ്യൂവലിങ്ങിലും ഗിയർ റേഷ്യോസിലും വരുമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഗിയർ റേഷ്യോസ് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും സ്പ്രോക്കറ്റിങ്ങിൽ വ്യത്യാസമുണ്ട്. സ്പ്രോക്കറ്റിങ് കുറച്ചും കൂടെ ഇനീഷ്യൽ ടോർക്കിന് പ്രാധാന്യം കൊടുത്തൊരു ലെവലിലായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റെട്രോ സിറ്റി കമ്മ്യൂട്ടിങ്ങിനാണ് കൂടുതലായിട്ടും ആ വണ്ടി എല്ലാവരും എടുക്കുന്നത്. ആ വണ്ടി സെയിം ആസ് R15 ആണ്. എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു യമഹ എന്നറിയത്തില്ല. ആ വണ്ടിയുടെ ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ വണ്ടി മേടിക്കുന്ന ആൾക്കാരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സിറ്റി പ്ലസ് ഹൈവേ ആ ഒരു കമ്മ്യൂട്ടിങ് മെയിനായിട്ടും നല്ല മൈലേജ് ഉണ്ടല്ലോ. പോസിറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഈ വണ്ടിക്ക്. അതിലല്ല നമ്മളിപ്പം ഈ വീഡിയോ പറയുന്നത്. കോൺസാണ് മെയിനായിട്ടും പറയുന്നത് ഈ സീരീസിലോട് കൂടി. സോ വണ്ടിയുടെ ഇനീഷ്യൽ ടോർക്ക് ചെറിയ പൊടിക്ക് കുറവുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കമ്പയർ ടു റോണിൻ ഒക്കെ ആയിട്ട് ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള റോണിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ ടോർക്ക് കുറച്ചൊന്ന് ഹെവിയർ സൈഡിലാണ് കേട്ടോ. അതൊരു ചെറിയൊരു പോരായ്മ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 10 ലിറ്ററേ ഉള്ളൂ എന്നുള്ളത് ചെറിയൊരു പോരായ്മയാണ്. പക്ഷേ വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് കേട്ടോ. എങ്ങനെ പോയാലും ഒരു 50-55 മൈലേജ് ഉണ്ട്. അതുകൊണ്ട് അത് വലിയൊരു പോരായ്മ പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. 10 ലിറ്റർ ഇനഫാണ്. പക്ഷേ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആകും. റേഞ്ചും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആ വണ്ടിയിൽ നമുക്ക് സാധിക്കും. പിന്നെ യമഹ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് സർവീസ് ഇൻ്റർവൽ വരുന്നത് വെറും 3000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസത്തിനിടയിലാണ്. അപ്പം ആ വണ്ടിയുടെ എൻജിൻ അങ്ങനെയാണ് യമഹ സ്ട്രക്ചർ ചെയ്ത് വെച്ചേക്കുന്നത്. മാക്സിമം എല്ലാവരും ഇപ്പം യമഹയുടെ എൻജിൻസിന് ഒരുപാട് പണി വരുന്നതായിട്ട് കണ്ടു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യമഹ ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് R15 വെർഷൻ 3 ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വെർഷൻ 4 ഉപയോഗിക്കുന്ന MT അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. കാര്യം ഒരുപാട് ആൾക്കാർ മോട്ടീവുകളൊക്കെ മേടിച്ച് വർക്ക്ഷോപ്പുകാരുടെ വാക്ക് കേട്ടിട്ട് 10,000 കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞിട്ട് ആ ഓയിൽ ഒഴിച്ച് എൻജിൻ തവിട് പോടുകയാണ്. എന്നിട്ട് റിലയബിലിറ്റി ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ശരിയാണ്, റിലയബിലിറ്റി ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ യമഹ അങ്ങനെ 10,000-ലും 5,000-ലും 7,000-ലൊന്നും പണി തരുന്ന വണ്ടിയൊന്നും അല്ല. അതെന്തുകൊണ്ടാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ടുള്ള ഓയിൽ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ്. 3000 കിലോമീറ്റർ കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഡിസൈൻ ആ എൻജിൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ എൻജിൻ ഓയിലിനും വില കുറവാണ്. ഒരു 530 ഫുള്ളി സിന്തറ്റിക് അതിൻ്റെ യമഹയുടെ ഓയിലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പെർഫെക്റ്റാണ് ആ ഒരു എൻജിൻ ഓയിൽ ആ വണ്ടിക്ക്. 2500 കിലോമീറ്റർ ആകുമ്പോഴേ എൻജിൻ സൈഡ് കുറച്ച് അൺറിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യും ആ എൻജിൻ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. മോട്ടോറുകൾ പോലെ അത്ര വലിയ സ്മൂത്ത്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ നല്ല ത്രോട്ടിൽ റെസ്പോൺസാണ്. ഞാൻ ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചതാണ്. ഞാൻ യമഹ പേഴ്സണലി ഉപയോഗിച്ചൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവും. FC16-ഉം R15 വെർഷൻ 3 ഒക്കെ കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ പറ്റി ഈ സീരീസിനെ പറ്റി അടുത്ത ഏത് വണ്ടിയെ പറ്റിയാണ് ഇങ്ങനെ നമ്മൾ പറയേണ്ടത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.